പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് അമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഒരു ജൂതൻ തന്നെ കാണുകയും തന്നോടൊപ്പം സംസാരിക്കുന്നതിനിടയിൽ അയാൾ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വചനം അത് ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ, അഥവാ ഞങ്ങൾ യഹൂദികൾക്കാണ്, ജൂതന്മാർക്കാണ് അവതരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ലത്തഖദനൽ യൗമ ഈദ, ആ ദിവസത്തെ നമ്മൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുമായിരുന്നു, ഒരു പെരുന്നാളായിട്ട് ഏറ്റെടുക്കുമായിരുന്നു എന്ന് ഒരു ജൂതൻ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അയ്യോ ആയത്തിന്, അത് ഏതാണ് ആയത്ത്? നിങ്ങൾ ഉത്സവമായി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആ വചനം ഏതാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്താണെന്ന്. ഈ വചനം നമുക്കിറങ്ങിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അത് ഇറങ്ങും ഈ ദിവസം, ആ ദിവസത്തെ കൃത്യമായി വർഷാവർഷം ഒരു പെരുന്നാളായിട്ട് ഞങ്ങൾ മുഴുവനും നമ്മളെമ്പാടും ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത്രയും മഹത്തരമായ, അത്രയും അർത്ഥവത്തായ, അത്രയും അർത്ഥഗർഭമായ ഒരു ആയത്താണ് ഈ ആയത്ത് എന്ന് ഈ ജൂതൻ പറയുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഈ ആയത്ത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഈ ആയത്ത് എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഇറങ്ങിയതെന്ന്. ഈ ആയത്ത് ഇറങ്ങുന്നത് ഒരു ദുൽഹജ്ജ് 9 അറഫയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതൊരു വെള്ളിയാഴ്ച കൂടിയായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ അറഫ ദിനത്തിലാണ്, അതോടൊപ്പം തന്നെ ഒരു വെള്ളിയാഴ്ചയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ എനിക്ക് നന്നായിട്ടറിയാം, ആ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാൾ പോലെ തന്നെയാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ അറഫ ദിനം എന്നുള്ളത്, അറഫ എന്നുള്ളത് യൗമു അറഫ യൗമുൻ നഹർ അയ്യാമുത്ത് തശ്രീഖ് ഈദുന, ഈ അറഫാ ദിനവും അതുപോലെ യൗമുൻ നഹർ, ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ, ഇതെല്ലാം നമ്മുടെ പെരുന്നാളിന്റെ ഭാഗമാണ്, നമ്മുടെ പെരുന്നാളുകളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. യൗമു അറഫ എന്നുള്ളത്, അറഫാ ദിനം എന്നുള്ളത് ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട് യൗമുൻ നഹറുമായി അനുബന്ധമായി നിൽക്കുന്നത് കൊണ്ടും അല്ലാതെ ചില സവിശേഷതകൾ ചരിത്രപരമായി അതിനുള്ളത് കൊണ്ടും അതൊരു ആഘോഷിക്കപ്പെടാവുന്ന ഒരു ദിവസമായി തന്നെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അറഫാ ദിനത്തിൽ ഒരു നോമ്പ് കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സുന്നത്താക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു പെരുന്നാൾ ദിനത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. പെരുന്നാൾ ദിവസം നോമ്പില്ല, യൗമു അഖിൽ എന്നാണ്. യൗമു അഖിലും വശുർബ്, കഴിക്കാനും കുടിക്കാനും അങ്ങനെ സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള ദിവസത്തിന്റെ പേരാണ് പെരുന്നാൾ എന്നുള്ളത്. എന്നാൽ അറഫാ ദിനത്തിൽ നോമ്പ് അല്ലാഹു സുന്നത്താക്കിയിട്ടുണ്ട് ഹാജിമാർക്കൊഴികെ. ഹജ്ജിന് വേണ്ടി അവിടെ ഉള്ള ഹറമിലുള്ളവർക്കൊഴികെ ബാക്കിയുള്ള വിശ്വാസികൾക്ക് അറഫയിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അതെങ്ങനെ അറഫ നമുക്ക് ഒരു പെരുന്നാളായി മാറും? അറഫ എന്നുള്ളൊരു അപൂർവ സംഗമോ ദിവസമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അത് പെരുന്നാളെന്നും കണക്കാക്കാം നമുക്ക്, ഒപ്പം നമുക്കതിനെ നോമ്പ് ദിവസമായും കണക്കാക്കാം. 2 രീതിയിൽ അതിനെ സമീപിക്കാവുന്ന വിധമുള്ള ഒരു വിശദീകരണമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. നോമ്പ് സുന്നത്താണ്, അതോടൊപ്പം തന്നെ അതൊരു ആഘോഷ ദിവസത്തിന്റെ ഭാഗമാണ്. ഈ അറഫ മുതൽ നമ്മുടെ പെരുന്നാളിന്റെ ആഘോഷം തുടങ്ങുകയാണ്. വലിയ പെരുന്നാളിന്റെ ആഘോഷം അറഫ മുതൽ ആരംഭിക്കുകയാണ്. ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ആയത്ത്, അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം, അതിന്റെ ഒരു ഏറ്റവും വലിയ മഹത്വത്തിന്റെ ഒരു ഭാഗമാണ് ഈ ആയത്ത് അവതീർണമായിട്ടുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടൊരു ജൂതൻ വന്നിട്ട് ഈ ആയത്തിനെ മാത്രം എടുത്തു പറഞ്ഞു, ഇത് നമുക്കിറങ്ങിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു? എന്താ അതിന്റെ കാര്യം? അതിന്റെ കാര്യം എന്നുള്ളത്, അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ വ്യക്തമാകുന്നതാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ മതത്തിന് ഇന്നേ ദിവസം പൂർത്തീകരണം നൽകപ്പെടുന്നു. ഈ മതത്തിന് ഇത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ ഈ അറഫയിൽ ദുൽഹജ്ജ് 9 ഈ വചനത്തോടെ ഈ മതത്തിന് പൂർത്തീകരണം നൽകപ്പെടുന്നു എന്നുള്ളത് വലിയ പ്രസ്താവനയാണ്, ചെറിയൊരു കാര്യമല്ല. അതാ ജൂതന്മാർ അത്ഭുതത്തോടെ ആയത്തിൽ നോക്കി കണ്ടത്. അവിടെ പൂർത്തീകരിക്കപ്പെടാതെ പോവുകയും ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ആയത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. ഈ മതം എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന മതമാണ്. ഇസ്ലാം എന്ന മതത്തിന്റെ പൂർത്തീകരണം ദുൽഹജ്ജ് 9 അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത സായാഹ്നത്തിൽ നടന്ന ആ അന്തിമ പ്രഭാഷണത്തിന്റെ ഭാഗമായി ഇറങ്ങിയ ആയത്തിൽ അവസാനിക്കുകയാണ്. ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. അതിന് തുടക്കമാണ് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടത്. നമ്മൾ കണക്കാക്കുന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്ന മതമാണ് ഇസ്ലാം.
6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി കൊണ്ടുവന്ന് ഈ ലോകത്തെ പരിചയപ്പെടുത്തിയ ഒരു പുതിയ ആദർശ സംഹിതയാണ് ഇസ്ലാം എന്ന പലരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മതങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ബഹുദൈവ വിശ്വാസികൾ ആര്യ സമൂഹം അവർ 4000-5000 വർഷത്തിന്റെയും പാരമ്പര്യം പറയാറുണ്ട്. അതുപോലെ ജൂതമതക്കാരും ക്രൈസ്തവരുമൊക്കെ 2000-5000 വർഷങ്ങൾ പഴക്കം പറയാറുണ്ട്. അങ്ങനെ വർഷക്കണക്കിന് പഴക്കങ്ങൾ പറഞ്ഞുകൊണ്ട് മതങ്ങൾ നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ ആയുസ് പറയുമ്പോൾ 1400 വർഷം, ഒരു 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്താണ് ഇസ്ലാം എന്ന മതം തുടങ്ങിയത്. അത് അവിടെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് തെറ്റായ ഒരു ധാരണ നമുക്കിടയിലുണ്ട്. ശരിക്കും മതം തുടങ്ങുന്നത് 2 മനുഷ്യർ മാത്രം ഈ ദുനിയാവിലുള്ളപ്പോഴാണ്. ഈ മനുഷ്യോൽപത്തിയുടെ തുടക്കം മുതൽക്ക് അള്ളാഹു നിർദ്ദേശങ്ങൾ ഭൂമിയിൽ ലഭ്യമാകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ പേരാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിന്റെ തുടക്കം എന്നുള്ളത് അവിടെയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ഇണയായ ഹവ്വയെയും ഈ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അള്ളാഹുവിന് കൽപ്പനയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, എന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഇവിടെ നിങ്ങൾ പൊക്കോൾ ദുനിയാവിലേക്ക് നിങ്ങൾ പുറത്തായെങ്കിലും നിരാശയും സങ്കടവും ഭയവും നിങ്ങൾ വേട്ടയാടേണ്ട കാര്യമില്ല. നിങ്ങൾ എന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കണം. അങ്ങനെ നിങ്ങൾ ക്രമീകരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയപ്പെടാതെ വിഷമിക്കാതെ മടങ്ങി വരാൻ കഴിയുമെന്ന് ഖുർആൻ. ഇതാ ഖുർആൻ പറയുന്നത്. അവിടെയാണ് മതത്തിന്റെ തുടക്കം. 2 മനുഷ്യരുണ്ടായിരുന്നപ്പോ ഒരുപാടങ്ങ് പറയേണ്ടി വന്നില്ല. കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉപദേശിക്കാനുള്ളൂ. 2 മനുഷ്യരല്ലേ ഉള്ളൂ. 2 4 4 10 10 20 അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ജീവിത സാഹചര്യങ്ങൾ മാറി തുടങ്ങിയപ്പോ നിയമങ്ങൾ കൂടുതലായി വന്നു, നിർദ്ദേശങ്ങൾ കൂടുതലായി വന്നു. അങ്ങനെ പ്രവാചകന്മാർ നിയോഗിതരായി. അങ്ങനെ ഓരോ പ്രവാചകന്മാരും വന്നു. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, ജനങ്ങളുടെ എണ്ണങ്ങൾ കൂടി. അങ്ങനെ വലിയ വികസിതമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മാനവരാശി വികസിച്ചപ്പോ അള്ളാഹുവിന്റെ നിയമങ്ങളും വിശാലമായി. അത് പഠിപ്പിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വന്നു, ഏടുകളുമായി വന്നു, അവർ കിതാബുകളുമായി വന്നു. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറി. ശിലായുഗത്തിലുള്ള ജീവിതമല്ല പിന്നെയുള്ള കാലഘട്ടങ്ങൾ കാണാൻ കഴിയുന്നത്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യന്റെ ജീവിതങ്ങൾ മാറി. ഇരുമ്പ് കണ്ടുപിടിച്ചു, ചക്രങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ മനുഷ്യൻ മാറ്റങ്ങളിലേക്ക് മാറി നടന്നപ്പോ, അവന്റെ ജീവിതങ്ങൾ മാറിയപ്പോ, ജനങ്ങളുടെ എണ്ണം പെരുകിയപ്പോ, രാജ്യങ്ങളായും അതോടൊപ്പം ഗോത്രങ്ങളായും പല രൂപത്തിൽ മനുഷ്യൻ ഡെവലപ്മെന്റ്സ് ഉണ്ടായപ്പോ നിയമങ്ങൾക്ക് മാറ്റമുണ്ടായി. അങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ പ്രവാചകന്മാർ വന്നിട്ട് പൂർവ്വവേദങ്ങളെ വാസ്തവീകരിച്ചുകൊണ്ടും എന്നാൽ കുറേയേറെ പുരോഗമനങ്ങളുമായിട്ട് വേദങ്ങൾ, പുതിയ പുതിയ വേദങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അവസാനമാണ് വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്. ഖുർആൻ എല്ലാ വേദങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആലി ഇമ്രാൻ അള്ളാഹു വ്യക്തമായി ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, അള്ളാഹു റസൂൽ അങ്ങക്ക് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥമുണ്ടല്ലോ, അങ്ങക്ക് ഇറങ്ങിയിട്ടുള്ള ഈ വാചകങ്ങൾ, നസ്സൽനാ അലൈക ബിൽ ഹഖ്, അങ്ങക്ക് ഇറങ്ങിയിട്ടുള്ള ഈ കിതാബുകൾ ഹക്കായി അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അങ്ങക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ വാസ്തവീകരിക്കുന്നതാണ്. അതിന് വിരുദ്ധമായിട്ടല്ല. തൗറാത്തിനെയും സബൂറിനെയും ഒക്കെ അംഗീകരിക്കുന്ന, തൗറാത്തിനെയും സബൂറിനെയും ഇഞ്ചീലിനെയും ഒക്കെ വാസ്തവീകരിക്കുന്ന ഗ്രന്ഥമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അള്ളാഹു തന്നെയാണ് തൗറാത്ത് ഇറക്കിയത്, അള്ളാഹു തന്നെയാണ് ഇഞ്ചീൽ ഇറക്കിയിട്ടുള്ളത്. മിൻ ഖബ്ലു ഹുദൻ ലിന്നാസ്, ഖുർആന് മുമ്പ് ജനങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നേർമാർഗം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവതീർണമായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഗ്രന്ഥം തന്നെയാണ് തൗറാത്ത്. ആ ഗ്രന്ഥം തന്നെയാണ് ഇഞ്ചീൽ, അതേ ഗ്രന്ഥത്തിൽപ്പെട്ടതാണ് സബൂർ. ഈ ഗ്രന്ഥങ്ങളെല്ലാം വാസ്തവീകരിച്ചുകൊണ്ടാണ് ഖുർആൻ അങ്ങേക്ക് അവതരണമായിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? ഇത് അവസാനത്തെ ഗ്രന്ഥമാണ്, ഇത് പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം എന്ന മതത്തിന്റെ ആരംഭം എന്നുള്ളത് ലോകത്ത് മനുഷ്യോൽപത്തി മുതൽ തുടങ്ങിയിട്ടാണ്. മനുഷ്യൻ ഈ ലോകത്തേക്ക് വന്നപ്പോഴേ അള്ളാഹു നിർദ്ദേശങ്ങളുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യന് ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഒരുപാട് നവീകരണങ്ങൾ ഉണ്ടായി, പരിഷ്കരണങ്ങൾ ഉണ്ടായി. അങ്ങനെ പരിഷ്കരിക്കപ്പെട്ട പതിപ്പുകളായി വേദങ്ങൾ മാറി മാറി വന്നു. അവസാനത്തെ പതിപ്പായി ഖുർആൻ വന്നിട്ട് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇവിടെ ഈ മതത്തിന് പൂർത്തീകരണം നൽകപ്പെടുന്നു. ഇനി ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ അവിടെ അവസാനിക്കണം, അതിന് പരിപൂർണത വരുന്നു ഇസ്ലാം. ഇനി ലോകാവസാനം വരുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ഈ ഖുർആൻ മതി എന്ന ഖുർആൻ സംസാരിക്കുന്നത് അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? നമുക്ക് അന്ന് വന്ന 6-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിട്ടുള്ള ആ ഡെവലപ്മെന്റ്സിന് അപ്പുറത്തേക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല. അടിസ്ഥാനപരമായി നമ്മുടെ വളർച്ച അവിടെ എത്തിയിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള അതിന് അനുബന്ധമായി നിൽക്കുന്ന ടെക്നോളജി വികസനങ്ങൾ മാത്രമാണ്.
അടിസ്ഥാന മനുഷ്യ ജീവിതത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹലാലുകളും ഹറാമുകളും വളരെ വ്യക്തമായി ഖുർആൻ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് അവസാനം വരെയുള്ള മനുഷ്യർക്ക് എന്തൊക്കെ അനുവദനീയമാണ്, എന്തൊക്കെ നിഷിദ്ധമാണ്, എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കരുത് എന്ന് വ്യക്തമായി വസ്തുനിഷ്ഠമായി വിവരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല. അവസാനം സൂറന്ന കാഹളം മുഴങ്ങുന്ന നിമിഷം വരെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ പുരോഗമനപരമായ എല്ലാ ആശയങ്ങളും നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഖുർആനകത്തുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അതാണ് അവിടെ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ആ പൂർത്തീകരണം ചെറിയ കാര്യമല്ലെന്ന ജൂതൻ നോക്കി കാണുന്നത്. അതാ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇസ്ലാം എന്ന മതം ആദം നബിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു മതം സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,00,000-ഓളം വരുന്ന സ്വഹാബാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ അറഫയിൽ എന്ന മൈതാനിൽ ദുൽഹജ്ജ് 9 പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഒരു ചെറിയ കാര്യമല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ളത് വലിയ പ്രഖ്യാപനമാണ്. എവിടെയോ തുടങ്ങി വന്ന മതം മനുഷ്യർ ഇങ്ങനെ എത്രയോ കോടികൾ പിന്നിട്ടിപ്പുറത്ത് വരുമ്പോൾ ഈ മതം ലോകത്ത് അവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമാകുന്ന കാലാതീതവും ദേശാതീതവുമായ എല്ലാ നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ ഖുർആന്റെ അവതരണം ഇവിടെ അവസാനിക്കുന്നു എന്ന്. ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല, ഇനിയൊരു വേദത്തിന്റെ ആവശ്യം വരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കണം. ഇവിടെ ആ വ്യക്തമാക്കിയിടത്തു നിന്നാണ് നമ്മളുടെ ചരിത്രം തുടങ്ങുന്നത്. ഇസ്ലാമിന്റെ തലമുറക്കാർ പിന്നെ നമ്മളിലേക്ക് ഈ ഖുർആൻ കടന്നു വരുന്നു. ഇവിടെ നമ്മളിലേക്ക് എത്തി ഇവിടെ നിൽക്കുമ്പോഴും അന്ന് നടത്തിയ ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോയിട്ടില്ലേ? ഈ ഖുർആന്റെ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രമാണ് ഈ പറഞ്ഞത്. ഇതിനുശേഷം അല്ലാഹു പൂർത്തീകരിക്കപ്പെട്ടൊരു മതം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മൾ അതിൽ അതൃപ്തരായിട്ടാണ് കാണപ്പെടുന്നത്. ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് അറഫയിൽ വെച്ച് അല്ലാഹു റസൂൽ പറഞ്ഞിട്ട് പിന്നെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നൊരു ആയത്ത് കൂടിയാണ് അവതരണമായിട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ടും മുഫസ്സിരീങ്ങൾ വ്യാഖ്യാതാക്കൾ പറയുന്നത്. പിന്നെ ഇറങ്ങിയിട്ടുള്ളത് റബ്ബിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം എന്നൊരു ആയത്ത് കൂടിയാണ് അവതരണമായിട്ടുള്ളത് എന്നാണ് ചർച്ചകൾ വരുന്നത്. എന്തായാലും പിന്നെ ഒരു നിയമങ്ങളോ നിർദ്ദേശങ്ങളോ വന്നിട്ടില്ല. ഹലാൽ ഹറാമുകളെ കുറിച്ച് സംസാരം പിന്നെ വന്നിട്ടില്ല. അവിടെ അവസാനിച്ചു. ആ മതം നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും നമ്മൾ ആ ഖുർആൻ പടി ഏൽപ്പിച്ചിട്ട് റസൂൽ മടങ്ങി പോകുന്നത്. ആ പ്രവാചകന്റെ ജീവിതം, ആ ഖുർആന്റെ വിശദീകരണമായ ജീവിതം നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും അതൃപ്തരാണ് ആ മതത്തിൽ. നമുക്ക് തൃപ്തിയില്ല. നമുക്കിപ്പോഴും ഡെവലപ്മെന്റ്സ് വേണം. സമൂഹം 2 രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഈ മതത്തിനകത്ത് ഇന്ന് ഈ നവീകരണങ്ങൾ ആവശ്യമില്ല എന്ന്. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ മതത്തിന്റെ നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഈ 21-ാം നൂറ്റാണ്ടിൽ അഭ്യസ്തവിദ്യരായ നമ്മൾ എങ്ങനെയാണ് ഏറ്റെടുക്കുക? കുറെയൊക്കെ നവീകരണം ആവശ്യമല്ലേ? മനുഷ്യ ജീവിതങ്ങൾ മാറിയില്ലേ? കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായില്ലേ? ഒരു മോഡേൺ കൾച്ചറായിട്ട് ഇസ്ലാമിനെ മാറ്റിയെടുക്കേണ്ടതില്ലേ എന്ന് നമുക്ക് നമ്മുടെ കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുക എന്നതിനപ്പുറത്തേക്ക് ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചാലോ എന്നുള്ളൊരു ആലോചനയാണ് നമ്മളുള്ളത്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചാലോ ഇസ്ലാമിന് നമുക്ക് ആവശ്യമാകുന്ന വിധത്തിൽ കുറെയൊക്കെ മോഡേൺ ആയിട്ട് ഈ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അല്പം കൂടി കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 പീസ് ഇട്ടുകൊണ്ട് പെണ്ണിന് പുറത്തിറങ്ങി നടക്കാനുള്ള അനുവാദം, ബിഗ്നിയിട്ട് പരസ്യമായി പ്രദർശിപ്പിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതാണോ ഈ ഡെവലപ്മെന്റ്സ്? സംഗീതങ്ങളും കച്ചേരികളും ഹലാലാക്കുന്നതാണോ നമ്മൾ കാണുന്ന മോഡേൺ സംസ്കാരം? ഇസ്ലാമിനെ അങ്ങോട്ട് പിടിക്കുക, കുറച്ചുകൂടി അങ്ങോട്ട് പിടിക്കുക, അല്പം കൂടി ഡെവലപ്മെന്റ്സ് വേണ്ടേ എന്ന്. അങ്ങനെ ഏതൊരു മേഖലയിലും ഒരു മോഡേൺ കൾച്ചർ ഇസ്ലാമിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ചില നിയമങ്ങളൊക്കെ കർക്കശമായ നിലപാടുകൾ അത് ഖുർആൻ തിരുത്തേണ്ടതുണ്ട്. ബഹുഭാര്യത്വം തിരുത്തേണ്ടതുണ്ട്. ബഹുഭാര്യത്വം അത് മാറ്റേണ്ടതുണ്ട്. അത് ഇസ്ലാമിന് പറ്റിയ ഖുർആന് പറ്റിയിട്ടൊരു അബദ്ധമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന അടിമയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് കാലഹരണപ്പെട്ടു പോയതാണ്. അത് അപക്വമാണ്. അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഖുർആനകത്ത് തന്നെ ഒരുപാട് അപരിഷ്കൃതമായ നിയമങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി നവീകരിക്കപ്പെട്ട ഒരു മോഡേൺ കൾച്ചറായിട്ട് ഇസ്ലാമിനെ കാലാനുസൃതമായ ഒരു മാറ്റത്തിന് വിധേയമാക്കേണ്ടതില്ലേ എന്ന് നമ്മൾ പല ആൾക്കാരും ആലോചിക്കുകയാണ്. ചില ആൾക്കാരെന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ട് ഹദീസുകൾ വ്യാഖ്യാനിക്കുന്നു, അതിനുവേണ്ടി ആയത്തുകൾ വളച്ചു കിട്ടുന്നു. എന്നിട്ട് പല ഹറാമുകളെയും ഹലാലാക്കാനിരിക്കുകയാണ്. പലതും ഹലാലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു. ചില ആൾക്കാർ ഇപ്പൊ എന്ത് ചെയ്യും? മദ്യം ഹലാലാക്കുന്ന ആൾക്കാർ, വ്യഭിചാരം ഹലാലാക്കുന്ന ആൾക്കാർ, ഇതെല്ലാം ഖുർആൻ നിഷിദ്ധമാക്കിയതിനെയും ഹലാലാക്കി കൊടുക്കുന്ന നിലയിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ഈ മതത്തെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ഒരു ഭാഗത്ത് മോഡേണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, മറുഭാഗത്ത് ഭക്തി പോരാന്ന്. അള്ളാഹും റസൂലും പഠിപ്പിച്ച ഭക്തി എങ്ങും പോരാ, അത്ര അങ്ങോട്ട് ഏഷ്യനിലാന്ന്. അല്പം കൂടി ഭക്തി മക്ബറകളിൽ കിടക്കുന്നവരെ വെച്ചിട്ട് ഉറൂസുകൾ കൊണ്ടാടാമെന്ന് കുറച്ചുകൂടി. അത് മഹാന്മാരുള്ള ആദരവാണ്. ഖുർആനും റസൂലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെന്ന്. അവർക്ക് അത്രയും അറിവില്ലായിരുന്നു എന്ന, അവർക്കെങ്ങും അത്ര പോരായിരുന്നുവെന്ന്. നമുക്ക് കുറച്ചുകൂടി ഡെവലപ്പ്, കുറച്ചുകൂടി ഭക്തി വേണമെന്ന്. പുതിയ റാത്തീബുകൾ, പുതിയ ദിക്റുകൾ, പുതിയ ഔറാദുകൾ, പുതിയ മാലകൾ, പാടിയാലും പറഞ്ഞാലും ചൊല്ലിയാലും തീരാത്ത കുറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ.
അത് അവതരിപ്പിച്ചിട്ട് അത് ആഘോഷിക്കുന്ന ഒരു ആരാധന ഏറ്റെടുക്കുന്ന രീതി നമുക്കിടയിൽ. അള്ളാഹും റസൂലും കൊണ്ടുവന്ന് പൂർത്തിയാക്കി പഠിപ്പിച്ചു പോയ മതം, അതിന്റെ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മതത്തെ, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഞാനിത് തൃപ്തിപ്പെട്ടു തന്നു. ഈ മതത്തെ, ഈ ജീവിത സിസ്റ്റത്തെ, ഈ ലൈഫ് സ്റ്റൈലിനെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. ഇതിന് ഒരു കുറവില്ല, ഇതിലൊന്നും കൂട്ടാനില്ല, എല്ലാം ഉണ്ട്. അന്യോന്യമായ നിയമസംഹിതയാണ് ഈ മതം. ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് സാക്ഷാൽ പടച്ചവൻ. മനുഷ്യൻ പറയണം, അള്ളാഹു ഞങ്ങൾ അതൃപ്തരാണ് എന്ന്. നീ തൃപ്തിപ്പെട്ടതിൽ ഞങ്ങൾ അതൃപ്തരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യം കൂടെ ഇട്ട് കയറ്റണമെന്ന്. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് വെച്ചിട്ട് പുതിയ പുതിയ പദ്ധതികൾ, പുതിയ പുതിയ ആചാരങ്ങൾ, പുതിയ പുതിയ അനുഷ്ഠാനങ്ങൾ, അള്ളാഹുവിനും റസൂലിനും പരിചയമില്ലാത്തത്. അള്ളാഹുവിനും പരിചയമില്ല, റസൂലിനും പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്ത അപരിചിതമായ ഒരു ഇസ്ലാം നമ്മളിവിടെ ശീലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് നാടും നമ്മുടെ ചുറ്റുപാടുകളുടെയും സ്വാധീനം നമുക്കിടയിലുണ്ട്. അന്യമതങ്ങളിൽ നിന്ന് പോലും കടമെടുക്കുന്ന സാഹചര്യം, ഇതര മതങ്ങളിൽ നിന്ന് കടമെടുക്കുകയാണ്. അതാണെങ്കിൽ നാട്ടു നടപ്പിൽ നിന്ന് കടമെടുക്കുകയാണ്. ഇവിടുത്തെ പാശ്ചാത്യന്റെ അവന്റെ കുറെ വിപ്ലവങ്ങള്, കുറെ മാറ്റങ്ങൾ, കുറെ പുരോഗമനങ്ങൾ, അതൊക്കെ ഏറ്റെടുക്കുന്ന ഇന്നത്തെ മോഡേൺ കൾച്ചർ, ഈ സംസ്കാരത്തെ നമ്മൾ ഇസ്ലാമികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ജൂതന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേദവുമായിട്ട്, പഴയ വേദവുമായിട്ട്, വേദത്തിന്റെ തൗറാത്തിന്റെ ചില ഭാഗങ്ങളുമായിട്ട് റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. അദ്ദേഹം അഭിമാനത്തോടെ കാണാം, പൂർവ്വവേദവും ഞാൻ കണ്ടു നബിയെ, അതിൽ നിന്നും അല്പം ഞാൻ വായിച്ചു നബിയെ, അല്പം ഞാൻ വായിച്ചു പഠിച്ചു എന്ന്. ഏത് ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തൗറാത്തിലുള്ളത് എന്ന് ഖുർആൻ സംസാരിക്കുന്നു. അത് നിഷിദ്ധമായ ഗ്രന്ഥമെന്നില്ല, അത് പടച്ചവന്റേതല്ലാത്ത ഗ്രന്ഥമല്ല. മാനുഷികമായ പൗരോഹിത്യത്തിന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തൗറാത്ത് അള്ളാഹുവിന്റെ വേദമാണ്. പക്ഷെ ആ തൗറാത്തുമായിട്ട് ഒരു ജൂതന്റെ അടുത്ത് നിന്ന് പഠിച്ച ചില തൗറാത്തിന്റെ വചനങ്ങളുമായി റസൂലിന്റെ മുമ്പിൽ വന്നിട്ട്, റസൂലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, വായിക്കട്ടെ, പഠിക്കട്ടെ എന്ന്, ഞാൻ പഠിച്ചു കേൾപ്പിക്കട്ടെ, തൗറാത്ത് കുറച്ച് എനിക്കറിയാന്ന്, എന്നെ ഒരു സുഹൃത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. അത് റസൂലിന്റെ മുമ്പിൽ വായിക്കാൻ പോകുമ്പോൾ അള്ളാഹു റസൂലിന്റെ മുഖത്തുണ്ടായ മാറ്റമുണ്ടല്ലോ. ആ ഭാവ വ്യത്യാസം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മകൻ അബ്ദുല്ലാ റളിയല്ലാഹു പറയാണ്, ബാപ്പ നിങ്ങൾ എന്താണ് കാണുന്നത്? റസൂലിന്റെ മുഖത്ത് നോക്കൂ, നിങ്ങൾ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കൂ. അത് അപ്രിയമായി തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വേദവും പൊക്കിപ്പിടിച്ചു വന്നത് പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നില്ലേ എന്ന്? അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മുട്ടുകാലിൽ കുത്തിയിലും തറയിലേക്ക്, എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഉമർ റളിയല്ലാഹു പറയുന്ന, നബിയെ ഞാൻ ആ അർത്ഥത്തിലല്ല കേട്ടോ റസൂലെ, ഞാൻ ആ അർത്ഥത്തിലല്ല. ഖുർആനിലുള്ളത് മതിയാകാത്തത് കൊണ്ട്, ഖുർആനിലുള്ളതിൽ എനിക്ക് തൃപ്തിപ്പെടാത്തത് കൊണ്ട് ഞാൻ പഴയ വേദം തിരക്കിപ്പോയവനല്ല. ആ അർത്ഥത്തിൽ ഞാൻ പറയാൻ വന്നിട്ടുമില്ല. എനിക്ക് ഖുർആൻ മതി അള്ളാഹുവിന്റെ റസൂലെ എന്ന്. ഞാൻ അള്ളാഹുവിനെ കൊണ്ട്, റസൂലിനെ കൊണ്ട്, ഇസ്ലാമിനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്, എനിക്ക് വേറൊന്നും വേണ്ടെന്ന്. അത് റസൂലിന് മുമ്പിൽ പറയുന്ന മറുപടി. അന്യമതത്തിൽ നിന്ന് കടമെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ മുസ്ലിങ്ങൾക്ക്? ഇല്ല. പക്ഷെ നമ്മുടെ കല്യാണങ്ങൾ നടക്കണമെങ്കിൽ പൂമാലയും അതിനൊക്കെ തന്നെ താലിയും മാലയും ഇല്ല കല്യാണം നടക്കൂ. താലിമാലയില്ലാതെ കല്യാണം നമുക്കില്ല. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിന്റെ കൾച്ചർ, അന്യമതത്തിന്റെ സംസ്കാരങ്ങൾ കടമെടുത്ത് ഈ ഭാഗമായി മാറിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ. അങ്ങനെ സർവ്വ മേഖലയിലും ഒരു വീട് വെച്ചാലും, ഒരു കല്യാണം കൂടിയാലും, അങ്ങനെ ഏതൊരു കാര്യത്തിലും, പുറത്തോട്ടിറങ്ങിയാലും അകത്തോട്ട് കയറിയാലും, ഏതൊന്നിലും അന്യമതത്തിന്റെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതൊന്നും അപകടകരമല്ല എന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അനുകരിക്കുക, അവരുടെ ആചാരങ്ങൾ അനുകരിക്കുക, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. എന്നിട്ട് നമ്മൾ പറയുക മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുക. അതിങ്ങനെ ശരിയാവും? നമുക്ക് സമ്പൂർണ്ണമായ ഒരു ജീവിതമുണ്ടല്ലോ. വിവാഹം എങ്ങനെ നടത്തണമെന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വിവാഹം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് താമസമാകേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും ഇസ്ലാമിനൊരു മാതൃകയുണ്ട്. ആ മാതൃക പിൻപറ്റേണ്ടവരാണ് നമ്മൾ. അതാ ഇസ്ലാം. ആ മതമാണ് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നത്. അല്ല മതം എന്ന് ഞങ്ങൾ എന്താ കണക്കാക്കിയത്? പള്ളിക്കകത്തുള്ള നിസ്കാരം മാത്രമാണ് മതമെന്നോ? മതമെന്ന് പറയുമ്പോൾ സർവ്വവ്യാപിയാണ് ഒരു ജീവിതം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സകല മേഖലയിലും വിശാലമായി കിടക്കുന്ന സംഗതിയാണ്. അത് രാഷ്ട്രീയമാകാം, സാംസ്കാരികമാകാം, സാമ്പത്തികമാകാം, വൈവാഹികമാകാം, വൈയക്തികമാകാം. ഏത് മേഖലയിലാണെങ്കിലും, നിങ്ങൾ തൊടുന്ന ഏത് മേഖലയിലും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാ മതമെന്ന് പറയുന്നത്. അരുത് എന്ന്, അതിൽ അനുവദിക്കുന്നു എന്ന് രണ്ടാളൊന്നും പറഞ്ഞിട്ടുണ്ടാകും. ആ മതത്തിന്റെ നിയമങ്ങൾ, റസൂലിന്റെ ജീവിതത്തിന്റെ മാതൃകകൾ, ഖുർആന്റെ അധ്യാപനങ്ങൾ, അതാണ് നമ്മൾ ഫോളോ ചെയ്യാനുള്ളത്. അതിനെ പിൻപറ്റിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അന്യമതത്തിൽ നിന്ന് കടമെടുത്തിട്ടല്ല, പുതിയ പുതിയ ദുരാചാരങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല. അങ്ങനെ ഒരു സാഹചര്യം പാടില്ലല്ലോ. നമ്മളെപ്പോഴും അള്ളാഹുവിനെയും റസൂലിനെയും, ഖുർആൻ പറഞ്ഞല്ലോ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂൽ
നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാണ് നിങ്ങൾ ജീവിതം കൊണ്ടുപോകേണ്ടത്. വൗലിൽ അംരി മിൻകും, നിങ്ങളുടെ വിഷയത്തിൽ കാര്യകർത്താക്കളായ ആൾക്കാരെ നിങ്ങൾ അനുസരിക്കുക. മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു ജീവിതത്തിന്റെ ഏതൊരു മേഖലയിലും ആരെ നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത്? അള്ളാഹുവിന്റെ, റസൂലിന്റെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ കൈകാര്യകർത്താക്കൾ, അത് മതപരമായ നേതൃത്വങ്ങൾ അവരെ എന്ത് ചെയ്യണം? നിങ്ങൾ അനുസരിക്കണമെന്ന്. അത് എപ്പോഴാണ് അനുസരിക്കേണ്ടതെന്ന് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അവരനുസരിക്കണമെന്ന്. കാരണം അള്ളാഹുവിനും റസൂലിനും നമ്മളോട് നേരിട്ട് സംവദിക്കാൻ എപ്പോഴും കഴിയണമെന്നില്ലല്ലോ. എപ്പോഴും നല്ല കഴിയില്ല എന്നുള്ളത് വേറൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും അവർ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും നേർക്കുനേരെ പഠിച്ചെടുക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയണമെന്നില്ല. നേർക്കുനേരെ പഠിച്ചെടുക്കാൻ. അപ്പൊ പഠിച്ചവരിൽ നിന്ന് നമുക്ക് നിർദ്ദേശം തേടാം. ഈ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, എന്താണ് അഭിപ്രായം, എന്താ മതത്തിന് പറയാനുള്ളത്? ഒരു പെൺകുട്ടിയെ തിരയുകയാണ്, എൻ്റെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അവന് ഏതുതരം വിദ്യാഭ്യാസം കൊടുക്കാം, ഒരു വസ്ത്രം ധരിപ്പിക്കുമ്പോൾ ഒരു മകൻ എന്ത് തരം വസ്ത്രം ധരിപ്പിക്കണം എന്നൊരു വിഷയത്തിൽ മകൾക്ക് ഏത് തരം വസ്ത്രമാണ് ഇസ്ലാം അനുശാസിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിയുന്നവരോട് ചോദിച്ചു പഠിക്കാം. അവരോട് ചോദിക്കാമെന്നാണ് ഖുർആൻ പറയുന്നത്. അവരോട് ചോദിക്കണം നിങ്ങൾ. ആ പണ്ഡിതന്മാരെന്തെയും ഹദീസ് വെച്ച് ഖുർആൻ വെച്ച് നിങ്ങളോട് പറയും, ഖുർആൻ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം, പണ്ഡിതന്മാരെ സമീപിക്കാം. അതാണ് കാര്യകർത്താക്കൾ എന്ന് പറയപ്പെടുന്നത്. ഇനി അവരും നിങ്ങളുടെ വിഷയത്തിൽ രണ്ടഭിപ്രായക്കാരാണ്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാ വിഷയത്തിലും. മിക്കവാറും ഒരുപാട് വിഷയങ്ങൾ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി, ഇല്ലെങ്കിൽ അവർ തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അനിസ്ലാമികം നിങ്ങൾക്ക് സംശയമുണ്ടായി, അങ്ങനെ ഒരു തർക്ക സാഹചര്യം ഉണ്ടായാൽ അപ്പൊ നിങ്ങൾ അള്ളാഹുലേക്ക് റസൂലിലേക്ക് മടങ്ങുക. അള്ളാഹുലേക്ക് റസൂലിലേക്ക്. അള്ളാഹിന്റെ റസൂല് ഇവിടെ ഗൗരവത്തോടെ പഠിക്കണ ഒരു വിഷയമുണ്ട്. നമ്മളൊന്ന് ഈ അന്ധമായ ഒരു പൗരോഹിത്യം ഇസ്ലാമിനകത്തില്ല. ഇസ്ലാമിനകത്ത് നമ്മൾക്കിടയിൽ വലിയ സമൂഹത്തിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. തൊപ്പിയും താടിയും തലപ്പാവും ഒക്കെ ആയിട്ട് വലിയൊരു പ്രായം ചെന്ന മനുഷ്യന്മാർ, ഇങ്ങനെ ഉസ്താദന്മാരെന്ന് പറയുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് മതമാണ്, അതാണ് മതം എന്ന് തെറ്റായി ധരിക്കുന്ന ആൾക്കാർ വലിയൊരു ശതമാനം ആൾക്കാരുണ്ട്. അന്ധമായ ഒരു അനുകരണത്തിലേക്ക് ഇത്തരം ആൾക്കാരെ വിഷയത്തിൽ പോകുന്നുണ്ട്. ഇവർ വല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പണ്ഡിതന്മാരെന്ന് വേഷം കെട്ടിയ പല ആൾക്കാരും ഇത്തരം സാധാരണക്കാരെ അന്യായമായി ചൂഷണം ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായും മറ്റും ആത്മീയമായും മറ്റുമൊക്കെ. പക്ഷെ ഈ വിഷയത്തിൽ ഖുർആൻ പറയാനുള്ളത്, അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത, അനിസ്ലാമികമെന്ന് തോന്നാവുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കാര്യകർത്താക്കൾ സംസാരിക്കുകയോ അത് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഒരു വിഷയത്തിൽ ഭിന്ന അഭിപ്രായം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ റസൂൽ, അപ്പൊ അള്ളാഹുവിനും റസൂലിലേക്ക് മടങ്ങുക. റസൂല് ഒരു സംഘം ആൾക്കാരെ ഒരു ദൗത്യവുമായിട്ട് നിയോഗിക്കുന്നുണ്ട്. ആ ദൗത്യ സംഘത്തിന് അമീറിനെയും റസൂൽ ഏർപ്പാടാക്കുന്നുണ്ട്. ഒരു ലീഡർഷിപ്പിന്റെ കീഴിൽ അവരെല്ലാവരും പുറപ്പെടാൻ പറഞ്ഞു. എപ്പോഴും റസൂൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ നേതൃത്വത്തെ അംഗീകരിക്കണമെന്ന്. വലൂക്കന അബ്ദൻ ഹബശിയ, ഒരു നീഗ്രോ അടിമയായിരിക്കാം, നിങ്ങളുടെ ഇമാറത്ത്, നിങ്ങളുടെ അമീർ, നിങ്ങളുടെ നേതാവ് ഇദ്ദേഹമാണ്, നിങ്ങളുടെ ഇമാം ഇദ്ദേഹമാണ്, ഇയാളെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അനുസരണം വേണം. അത് ഒരു ഐക്യമുള്ള ഒരു സമൂഹത്തിന്റെ അനിവാര്യ ഗുണമാണത്. കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തിന് അനിവാര്യ ഗുണമാണിത്. അതിൽ ഭിന്ന അഭിപ്രായം പാടില്ല. അതുകൊണ്ട് പൂർണ്ണമായ അനുസരണം വേണമെന്ന് റസൂൽ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഈ സംഘം പുറപ്പെട്ടു ഒരു അമീറിന്റെ കീഴിൽ. ഈ അമീറിന്റെ കീഴിൽ പുറപ്പെട്ട് യാത്ര കുറച്ച് മുന്നോട്ട് നീങ്ങി വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഈ അമീർ പറയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഇസ്ലാമിന്റെ സിസ്റ്റം, റസൂലിന്റെ അധ്യാപനങ്ങൾ അറിയാമല്ലോ. ഒരു അമീർ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പരിപൂർണമായി അനുസരിക്കേണ്ടതുണ്ട്. അത് നമുക്കറിയാം. നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും, അത് അങ്ങനെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കുറെ വിറകുകൾ ശേഖരിക്കാൻ. അവരെല്ലാവരും വിറകുകൾ ശേഖരിച്ചുകൊണ്ടു. കാരണം അമീർ പറഞ്ഞ കാര്യമാണ്. ആ വിറകുകൾ കൂട്ടിയിടാൻ അത് അയാൾ കൽപ്പിച്ചു. എല്ലാ വിറകുകളും കൂട്ടിയിട്ടു. ഇനി കത്തിക്കാൻ പറഞ്ഞു, അത് അവർ കത്തിച്ചു. കത്തിച്ചിട്ട് അയാൾ പറഞ്ഞു, എല്ലാവരും ചാടാൻ പറഞ്ഞു തീയിലേക്ക്. എല്ലാവരും തീയിലേക്ക് ചാടാൻ പറഞ്ഞു. അവിടെ ആ ഒരു സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇതെങ്ങനെ ശരിയാകുമെന്ന്. ഒരു നിമിഷം എല്ലാവരും ആലോചിച്ചു, ഇനിയിപ്പോ നമ്മൾ ചാടേണ്ടി വരുമോ? കാരണം അള്ളാഹുവിന് റസൂല് പഠിപ്പിച്ചത് ഇങ്ങനെയാണല്ലോ, അമീർ പറയുന്ന ആജ്ഞകൾ അനുസരിക്കണമെന്നുള്ളത്. നേതൃത്വത്തെ അനുസരിക്കാതിരുന്നാൽ അത് അള്ളാഹുവിനും റസൂലിനുള്ള ധിക്കാരമായി പോകുമോ, ഇത് പാപമായി പോകുമോ എന്ന് ഒരു വിഭാഗം ആൾക്കാർ, ദുർബല ചിന്താഗതിക്കാർ ആലോചിച്ച നിമിഷത്തിലും ചെറുപ്പക്കാരൻ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അതെങ്ങനെ ശരിയാവുമെന്ന്. ഇത് അക്രമമല്ലേ, ഇതിൽ അനുസരണമുണ്ടോ എന്ന്, ഇത് നിങ്ങൾ മോശമായ കാര്യമല്ലേ, ഇത് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും അങ്ങനെ ജനങ്ങൾ മടങ്ങി വന്ന് റസൂലിന് മുമ്പിലേക്ക് നിൽക്കുകയും ചെയ്തു. റസൂൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ, നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അമീറിനെ അനുസരിക്കണോ അതേ നമ്മൾ മാറി നിൽക്കണോന്ന്. നിങ്ങൾ ആ തീയിൽ ചാടിയിരുന്നുവെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് കരകയറാൻ കഴിയില്ലായിരുന്നു എന്ന്. ലാ തുഅത ഫിൽ മഅസിയ എന്ന് പുണ്യ നബി, അത് വ്യക്തമല്ലേ എന്ന്, അത് വ്യക്തമല്ലേ. തിന്മയിൽ ആരോടും അനുസരണയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതെങ്ങനെ ശരിയാകും? അവിടെ അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുണ്ടോ ആത്മഹത്യ? അള്ളാഹുവും റസൂലും പഠിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ നിർദ്ദേശങ്ങൾ അത് ആര് നൽകിയാലും അത് പാലിക്കേണ്ട കാര്യമില്ല, അതനുസരിക്കേണ്ട കാര്യമില്ല. അത്തരമൊരു തർക്ക സാഹചര്യം ഉണ്ടായാൽ, ഭിന്നാഭിപ്രായം ഉണ്ടായാൽ, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന നേതൃത്വം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അവിടെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും പരിപൂർണമായി ഓരോ മനുഷ്യനും സ്വബുദ്ധിയാൽ തിരിയണമെന്ന് വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ മുമ്പിൽ ആവശ്യപ്പെടുന്നത്. ആ മതത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അള്ളാഹു നമുക്ക് പരിപൂർണമാക്കിയ മതത്തിൽ തൃപ്തിപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹുവിനെ ദൈവമായിട്ടും അതോട് റബ്ബായിട്ടും അതോടൊപ്പം തന്നെ റസൂലിനെ പ്രവാചകനായിട്ടും ഇസ്ലാമിനെ മതമായിട്ടും സമ്പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസ സമൂഹമായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ അള്ളാഹു റസൂൽ ആശങ്കയുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഈ ദീനിന്റെ വിഷയത്തിൽ നമുക്ക് താല്പര്യം കുറഞ്ഞു പോയെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്ലാമിനോടുള്ള നന്ദികേടാണ്. നമ്മൾ ഈ ഈമാന്റെ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്കൊരു ഇളവുണ്ടാകണം ഈ മതത്തിൽ. നമ്മൾ മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുക്കുക, മറ്റ് മോഡേൺ കൾച്ചറിലേക്ക് ഇതിനെ പകർത്തിയെഴുതാനുള്ള ശ്രമങ്ങൾ നടത്തുക, അതൊന്നുമില്ല. കാലം എങ്ങനെ മാറട്ടെ, കോലങ്ങളും മാറിക്കോട്ടെ, നമുക്ക് ഈ മതം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ജീവിത പാന്താവ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ അനുവാദമുള്ളൂ. ഇത് ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം നടന്നുള്ള ഹജ്ജ് 9 ഒരു ദിവസത്തിലാണ്, അറഫയിൽ നിൽക്കുമ്പോഴാണെന്നുള്ളതാണ് ഇതിന്റെ ചരിത്രപരമായ അറഫയുടെ പ്രാധാന്യം. അത് അറഫയുടെ മഹത്വമാണ്, ദുൽഹജ്ജ് 9 മഹത്വമാണ്. അപൂർവമായിട്ടാണെങ്കിൽ പോലും ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ചയും ഇന്ന് നമുക്ക് സമ്മേളിക്കുമ്പോൾ ഈ ദിവസം അതിമഹത്തായ ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിമഹത്തായ ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച എന്നുള്ളത് ആഴ്ചയിലെ ഏറ്റവും മഹത്തായ ദിവസമാണ്. ദുൽഹജ്ജ് 9 എന്നുള്ളത് വർഷത്തിലെ തന്നെ ഏറ്റവും മഹത്തായ 2 ദിവസങ്ങൾ ഒരു ദിവസമായിട്ടാണ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും വലിയ മഹത്തായ ഒരു ദിവസത്തിൽ നമ്മൾ നിൽക്കുകയാണ്. പക്ഷെ ഈ മഹത്വം ഉൾക്കൊള്ളാൻ, ഈ മഹത്വം നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പതിവിന് വിപരീതമായി നമ്മൾ ഒരു നന്മയും ചെയ്തിട്ടില്ല എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതാണ് നമ്മുടെ അവസ്ഥ. ഒരു ദിക്റെങ്കിലും വർദ്ധിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു തക്ബീറെങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഇസ്തിഗ്ഫാറെങ്കിലും? ഈ ദുൽഹജ്ജ് 9 അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരികയും പശ്ചാത്താപിക്കുന്നവന്റെ പശ്ചാത്താപത്തിലേക്ക് അള്ളാഹു ഉറ്റുനോക്കുകയും ചെയ്യുമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കപ്പെട്ട ദിവസമാണ്. വലിയ അനുഗ്രഹം. അള്ളാഹു ഏറ്റവും കൂടുതൽ ആൾക്കാർ നരകമോചനം കൊടുക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 9 എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അള്ളാഹു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നരകമോചനം കൊടുക്കുന്ന ദിവസം ദുൽഹജ്ജ് 9 എന്ന് സ്വഹീഹ് മുസ്ലിം. ഈ ദുൽഹജ്ജ് 9 ഈ അറഫാ ദിനത്തിൽ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ആ ദിവസത്തിൽ പോലും അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കാൻ, ചെയ്തു പോയ പാവങ്ങളൊന്നും ഏറ്റു പറയാൻ, അല്പം കൂടി എന്ത് ചെയ്യുക, നന്മകൾ പ്രവർത്തിക്കാൻ, കുറച്ച് സ്വലാത്തുകൾ, കുറച്ച് തക്ബീറുകൾ, കുറച്ച് തഹ്ലീലുകൾ അധികമാക്കാൻ കഴിയുന്നില്ല. അല്പം ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. ഒരു നന്മയും ചെയ്യാൻ കഴിയുന്നില്ല. പതിവ് പോലെ ഇന്ന് വെള്ളി ആയതുകൊണ്ട് ഈ ജുമയ്ക്ക് വന്നു, ജുമ കഴിഞ്ഞ ഉടനെ പുറത്തു ചാടി എങ്ങോട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസും മറ്റുമായിട്ട് ഓടി കിടക്കണം എന്നൊരു ആവശ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. പർച്ചേസിന് പോകണ്ട എന്നല്ല, നിങ്ങൾ സാധനങ്ങൾ മേടിക്കണ്ട എന്നല്ല, പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കണ്ട എന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ സമയത്തിന്റെ മഹത്വം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന വഴികൾ നിങ്ങൾക്ക് ദിക്റുകളുമായി പോകാമല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. മഹത്തായ ദിവസമാണ് ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങളുണ്ടല്ലോ, അതിനോളം മഹത്തരമായ നന്മകളില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ദിവസം തന്നെയാണ് അറഫയും. ദുൽഹജ്ജ് 10-ൽപ്പെട്ട ഒരു ദിവസമാണല്ലോ അറഫാ ദിനം. അതിന് പുറമെയാണ് അറഫാ ദിനത്തിന്റെ ഈ ചരിത്രപരമായ പ്രാധാന്യങ്ങൾ, ഇതിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. ഈ മഹത്വമാണ് ഈ ദിവസത്തിൽ നോമ്പ് പിടിക്കാൻ റസൂൽ ആവശ്യപ്പെടുന്നത്. ഈ നോമ്പുകാർക്ക് 2 വർഷത്തെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമുണ്ട് എന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ്. പക്ഷേ സ്പെഷ്യലായിട്ട് പ്രത്യേക അമലുകളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ദിവസം നിങ്ങൾ ഇന്ന അമലുകൾ ചെയ്യണം, ഇന്നത് ചെയ്യരുത്, അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശവുമില്ല. ഏത് നന്മയും വർദ്ധിപ്പിക്കാം. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാം, തക്ബീറുകൾ വർദ്ധിപ്പിക്കാം, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കാം. നിങ്ങളെ കൊണ്ടാകുന്ന നന്മ എന്തായാലും നമുക്കിതേ അവശേഷിക്കുന്നുള്ളൂ. ഇത് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമുക്ക് കിട്ടിയ വലിയ അവസരങ്ങൾ ഒരു അവസരമാണ് ഈ ദുൽഹജ്ജ് 9 ഈ വെള്ളിയാഴ്ചയിൽ നമുക്ക് കിട്ടി എന്നുള്ളത്. ഈ അവസരത്തെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു ഏറ്റവും മഹത്തായ ദിവസങ്ങൾ എണ്ണിയിട്ടുള്ള ഷാഹിദിൻ മഷ്ഹൂദ് എന്ന്, യൗമുൽ മഷ്ഹൂദ് എന്ന് പറയപ്പെടുന്ന മഹത്തായ സ്ഥാനമുള്ള ഈ ദുൽഹജ്ജ് 9 നമ്മൾ മഹത്തായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ, അതിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാളെ യൗമുൽ അദ്ഹ നമ്മുടെ ബലിപെരുന്നാൾ ദിവസമാണ്. ബലിപെരുന്നാൾ അല്ലാഹു നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള 2 ദിവസങ്ങളിൽ ഒരു ദിവസം ഈ ബലിപെരുന്നാൾ ദിവസമാണ്, ദുൽഹജ്ജ് 10 ദിവസം. അപ്പോൾ ആഘോഷങ്ങൾ പതിവ് പോലെ അതിനൊരു സിസ്റ്റവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ആഘോഷങ്ങൾ തുടങ്ങേണ്ടതെന്ന്. ആഘോഷങ്ങൾ പതിവ് പോലെ പെരുന്നാൾ നമസ്കാരത്തിലൂടെയാണ് ആരംഭിക്കുക.
അതിനെ തുടർന്നിട്ടാണ് നിസ്കാര ശേഷം നടത്തുന്നതിൻ്റെ പേരാണ് ഉദ്ഹിയ്യത്ത്. നമ്മൾ ഉദ്ഹിയ്യയ്ക്ക് വേണ്ടി തയ്യാറായ ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഏത് അടിസ്ഥാനത്തിലും അതിൻ്റെ സമയമെന്നുള്ളത് ബലി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ്. ഇന്ന് വൈകുന്നേരമോ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ ഈ നമസ്കാരത്തിന് മുമ്പോ നമ്മൾ കൃത്യം നിർവഹിക്കപ്പെടിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടില്ല. അങ്ങനെ ഒരു എന്ത് ചെയ്യുക, തലേ ദിവസമേ ഇറച്ചിയൊക്കെ ആൾക്കാർക്ക് നേരത്തെ കിട്ടിയാൽ അത്ര ഉപകാരപ്പെടുമല്ലോ എന്നൊരു അഡ്വാൻസ് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ നേരത്തെ ചെയ്ത് കൊടുക്കാം, അതായിരിക്കും ആവശ്യക്കാർക്ക് ഏറ്റവും നല്ലത് എന്ന നിലയിലെങ്ങും ആലോചിക്കേണ്ടതില്ല. അതങ്ങനെ അറുത്ത് കൊടുക്കുന്നവർ പകരം അറുത്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടില്ല. അതിൻ്റെ സമയമുണ്ട്. ബലി പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ടാണ് ഉദ്ഹിയ്യ നിർവഹണമുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഉദ്ഹിയ്യത്ത് നമുക്കറിയാം. ഈ ദിവസത്തിൽ അടുത്ത ദിവസം ദുൽഹജ്ജ് 10 നമ്മൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് ഉദ്ഹിയ്യത്ത്. റസൂലിൻ്റെ ഒരു ശീലം എന്നുള്ളത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലി നമസ്കാരം കഴിഞ്ഞാൽ, അന്നത്തെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നതിന് ഉദ്ഹിയ്യ നിർവഹിക്കാൻ വേണ്ടിയാണ്. 2 ആടുകളെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് ഉദ്ഹിയ്യ കൊടുത്തിരുന്നത്. 2 ആടുകളെ, ഏറ്റവും മനോഹരമായ കൊമ്പുള്ള, നല്ല പുഷ്ടിയുള്ള, നല്ല മാംസമുള്ള, നല്ല ആരോഗ്യമുള്ള നല്ല ആടുകളെ നോക്കി 2 ആടുകൾ അതിനുവേണ്ടി പ്രവാചകൻ പ്രത്യേകം സെലക്ട് ചെയ്ത് വെക്കുകയും ആ 2 ആടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ബലി കൊടുക്കുകയും ചെയ്യലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. 9 കൊല്ലവും മദീനയിൽ റസൂൽ ജീവിച്ച 9 വർഷവും റസൂലുള്ളാഹി കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ഹിയ്യ കൊടുത്തിട്ടുണ്ട്. 2 ആടുകളെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 10ാം വർഷം ഹജ്ജത്തുൽ വദാ ആണ്. ഹജ്ജിന് വേണ്ടി റസൂൽ പുറപ്പെട്ട് ഹജ്ജിന് വേണ്ടി അവിടെ എത്തുകയും ചെയ്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിമാർ ഉദ്ഹിയ്യ കൊടുക്കണോ എന്ന വിഷയത്തിൽ റസൂൽ ഉദ്ഹിയ്യ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നവൻ ഉദ്ഹിയ്യ കൊടുക്കേണ്ടതില്ല എന്ന് പോലും പണ്ഡിത അഭിപ്രായം വരുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി 100 ഒട്ടകങ്ങളെ അവിടെ ഹദിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. 100 ഒട്ടകങ്ങളെ റസൂൽ ആ ഹജ്ജത്തുൽ വദായിൽ നീ ഹദിയ കൊടുക്കുന്നുണ്ട്. അത് ഹജ്ജിന്റെ ഭാഗമായിട്ടുള്ള ആ മക്കക്കാർക്ക് വേണ്ടി പ്രത്യേകമായി നടത്തുന്ന ഹദിയാണ്, ഉദ്ഹിയ്യത്തല്ല. ഉദ്ഹിയ്യത്തായി റസൂലുള്ളാഹി 9 വർഷമാണ് 2 ആടുകളെ വീതം ഉദ്ഹിയ്യത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഏറ്റവും സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉദ്ഹിയ്യ മൃഗത്തിനെ സ്വന്തമായി തന്നെ റസൂൽ നിർവഹിച്ചതുപോലെ സ്വന്തമായി തന്നെ അറവ് ചെയ്യാൻ ശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി ആൾക്കാർ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആ അറവ് നിർവഹിക്കുക. ഇനി കഴിയുന്നില്ല എങ്കിലും മറ്റൊരാളെ ബദലായി ഏൽപ്പിക്കുന്ന പക്ഷം നിങ്ങൾ അതിന് സാക്ഷിയാവുക. അതൊരു പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കാര്യമാണ്. അതോടൊപ്പം തന്നെ പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ പെരുന്നാളിന് ആഹാരം കഴിച്ചു പുറപ്പെടലാണ് അതിൻ്റെ ഒരു സുന്നത്ത്. കാരണം 30 നാളുകൾ നോമ്പ് പിടിച്ചൊരു വിശ്വാസി നോമ്പൊന്നുമല്ല ഇന്ന് പെരുന്നാളാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കഴിച്ചു പുറപ്പെടുക എന്നുള്ള രീതിയാണെങ്കിൽ വലിയ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കഴിക്കാതെ തന്നെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുകയും അതിനുശേഷം റസൂലിന്റെ രീതി എന്ന് പറയുമ്പോൾ ഉദ്ഹിയ്യ കർമ്മത്തിന് ശേഷം ആ ബലിമാംസത്തിൽ നിന്നാണ് റസൂലുള്ളാഹി ആ ദിവസത്തെ ആദ്യ ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ രീതി, അങ്ങനെ ഒരു വാശി പിടിക്കണമെന്നോ അങ്ങനെ തന്നെ കഴിക്കണമെന്നോ അല്ല പറയുന്നത്. അങ്ങനെയാണ് റസൂൽ കൂടുതലും അങ്ങനെ റസൂലിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ആ നിലയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുക സുന്നത്തെന്നുള്ളത്. അതിന് മുമ്പ് എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക. അങ്ങനെ എത്രയും നേരത്തെ നമ്മൾ 7:15 പൈറ്റുകുപ്പത്ത് നമ്മൾ സ്ഥിരം വെച്ചിരിക്കുന്ന അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്, ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ. അതോടൊപ്പം തന്നെ ഇനി കാലാവസ്ഥ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ആ ഓഡിറ്റോറിയം നമ്മൾ അതിനു വേണ്ടി ബദൽ സംവിധാനമായിട്ട് സംവിധാനിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് മഴ പെയ്താലും അകത്ത് കയറി നമുക്ക് ഈദ് നമസ്കാരം നിർവഹിക്കാവുന്ന വിധം ഓഡിറ്റോറിയം കൂടി അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ സ്ഥലത്ത് വെച്ച് 7:15 കഴിവിൻ്റെ പരമാവധി ആൾക്കാർ നേരത്തെ തന്നെ എത്തുക. വൈകി വരാൻ വേണ്ടി നിൽക്കരുത്. വൈകി വരുമ്പോൾ ബുദ്ധിമുട്ട്. ഈ നമസ്കാരം നടക്കേണ്ടതുണ്ട്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും അത് കാലാവസ്ഥ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഉദ്ഹിയ്യ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യം 7:15 തന്നെ നമുക്ക് നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്തിന് മുമ്പ് എല്ലാവരും എത്തുക. അതോടൊപ്പം തന്നെ ഈ തക്ബീറിൻ്റെ ദിവസങ്ങളാണ്. തക്ബീറുകൾ ഈ ദിവസം മുതൽ തക്ബീർ എന്ത് ചെയ്യുക, ചൊല്ലേണ്ട ദിവസങ്ങളാണ്. അതിന് എന്ത് ചെയ്യുക, ഈ ഒരു അൺലിമിറ്റഡ് ടൈമിൽ അയ്യാമു തശ്രീഖ് ദിവസം വരെയും ഈ മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് തക്ബീറിൻ്റെ. അത് ഓരോരുത്തരും വ്യക്തിപരമായി തന്നെ ആൾക്കൂട്ടങ്ങൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ഏറ്റുപാടുന്ന രീതിയെങ്ങും ഇസ്ലാമിനകത്ത് മാതൃകയുള്ള സംഗതിയല്ല. ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ സ്വമേധയാ ഒറ്റയ്ക്ക് അവർ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ ഈദ് മുസല്ലയിലേക്ക് വരുമ്പോഴും തക്ബീറിലും പ്രാർത്ഥനയിലും തുടരുക. ഈദ് മുസല്ലയിലേക്ക് വരുന്ന മനുഷ്യൻ അവിടെ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുണ്ട്. ആഘോഷങ്ങൾക്ക് നടുവിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും കഴിയുന്നിടത്ത് പടച്ചവന് പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആഘോഷവേളകൾ വന്നു കഴിയുമ്പോൾ അവിടെ പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്താറില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യർ അങ്ങനെ കാണുന്നത്. എന്നാൽ ആ സമയത്ത് പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായി സ്വീകാര്യതയുണ്ട്. എന്നാൽ അവിടെ പ്രത്യേകമായി നമസ്കാരമില്ല. ഈദ് നമസ്കാരത്തിന് 2 റക്അത്ത് നമസ്കാരം മാത്രമേ സുന്നത്തായിട്ടുള്ളൂ. അതാണ് നമ്മൾ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഈദ് മുസല്ലയിലേക്ക് വന്നിട്ട് വരുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കില്ല. അങ്ങനെ ഒരു നിസ്കാരം ഇല്ല. അതോടൊപ്പം തന്നെ എല്ലാവരും കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുന്നവർ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധങ്ങൾ പൂശി ഒരു വഴിയിലൂടെ വന്ന് മറ്റൊരു വഴിയിലൂടെ മടങ്ങിപ്പോകുന്ന ആ സമ്പ്രദായമാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സുന്നത്തായ നിലയിൽ പഠിപ്പിച്ചിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. പതിവായി ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് എല്ലാം അറിയുന്നതാണ്. അതുകൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ കുടുംബസമേതം എല്ലാവരും പങ്കെടുക്കുക. ഈദ്ഗാഹിലേക്ക് എല്ലാവരും കുടുംബത്തോടെ ഒരാളെയും മാറ്റി നിർത്താൻ പാടില്ല. ഇത് നമ്മുടെ ആഘോഷമാണ്, നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമാണ്. ഇവിടെ ഒരാളെയും മാറ്റി നിർത്താൻ പാടില്ല. കുട്ടികളെയും മുതിർന്നവരെയും വയസ്സാവരെയും സ്ത്രീകളെയും ആരെയും മാറ്റി നിർത്തണ്ട. ആർത്തവകാരിയാകട്ടെ, പ്രസവരക്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവളാവട്ടെ, ഏത് സാഹചര്യത്തിലുള്ള സ്ത്രീകൾക്കും കടന്നു വരാം ഈദ് മുസല്ലയിലേക്ക്, അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി മാറാം. മാറ്റി നിർത്തുന്നത് ഈ സമയത്തല്ലല്ലോ നമ്മൾ. പക്ഷെ അത് നമസ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ, ഈ നമസ്കാരം പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ, ദിക്റുകൾ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം, തക്ബീറുകൾ ചൊല്ലാം, അതിനൊന്നും തടസ്സമില്ല. നിസ്കാരം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ എന്ത് ചെയ്യുക, അശുദ്ധിയിലുള്ള സ്ത്രീകൾക്ക് ആ ഈദ്ഗാഹിൽ തുടരാം, നമ്മളോടൊപ്പം പങ്കെടുക്കാം, സന്തോഷങ്ങൾ പങ്കുവെക്കാം. ആ സന്തോഷ മുഹൂർത്തത്തിൽ പരസ്പരം എന്ത് ചെയ്യുക, ഹസ്തദാനം ചെയ്യാം, പാരിതോഷികങ്ങൾ കൊടുക്കാം, സമ്മാനങ്ങൾ കൊടുക്കാം. അങ്ങനെ എന്തൊക്കെ ചെറിയ ലളിതമായ മധുരഭക്ഷണങ്ങളോ മറ്റോ കൊണ്ടുവന്നാൽ അത് വിതരണം ചെയ്യാം. ഇങ്ങനെ തടസ്സമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ ആർക്കും തടയിടാൻ പാടില്ല. വിശ്വാസികൾ, സ്ത്രീകളാണ്, വരേണ്ട കാര്യമില്ല, സ്ത്രീകൾ ഇങ്ങോട്ട് പുറപ്പെടേണ്ട, നിങ്ങൾക്ക് അനുവാദമില്ല, അശുദ്ധിയിലാണ്, പുറപ്പെടേണ്ട കാര്യമില്ല, അനുവാദമില്ല എന്ന് പറഞ്ഞ് ആരെയും ഈ ആഘോഷത്തിൽ തടയാൻ ഒരു പുരുഷനും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടില്ല, ഒരു പണ്ഡിതനെയും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊരു അനുവാദമാണ്, ഇതൊരു ആഘോഷമാണ്. അതുകൂടി മനസ്സിലാക്കുക, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു